Good morning. Okay. ഇനി നമ്മള് പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങുന്നത്. റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന ചാപ്റ്റർ നിങ്ങളുടെ 4th മൊഡ്യൂളിലെ 10ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററും കൂടി ഉള്ളൂ, അതോടുകൂടി എന്റെ സെക്ഷൻ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ പറയും 3rd മൊഡ്യൂളിൽ നമ്മൾ 13ാമത്തെ ചാപ്റ്ററിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചു അല്ലെ. പിന്നെ 4th മൊഡ്യൂളിൽ തന്നെ നമ്മൾ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതും പഠിച്ചു അല്ലെ. അപ്പൊ ഇതിന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ്, അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ കുറേയും നമ്മൾ 2 ചാപ്റ്ററിൽ ഒരുവിധമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ, ഒരുവിധമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സിമ്പിൾ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ ഫുള്ള് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് മാത്രമേ പറയുന്നുള്ളൂ. ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒരുവിധം അതുകൊണ്ട് മനസ്സിലാവായികയൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമുള്ള ചാപ്റ്റർ തന്നെയാണ്. റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് നമുക്കറിയാം. എന്താ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലിലെ എല്ലാ ഓവറോൾ മാനേജ്മെന്റ് അല്ലെ, എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിന്റെ ഒരു സക്സസ്ഫുൾ ഗ്രോത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഈ അഡ്മിനിസ്ട്രേഷൻ ഒരു നല്ലൊരു ഹോസ്പിറ്റലില് അതിന്റെ നടത്തിപ്പിന് നമുക്ക് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഭരണപരമായിട്ടുള്ള ഒരു കാര്യങ്ങള് നല്ല ക്ലിയർ ആയിരിക്കണം അല്ലെ. ഒരു നല്ലൊരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിലാണ് ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുള്ളൂ. നമ്മൾ പഠിച്ചതാണ്, ഇൻട്രൊഡക്ഷൻ മുതൽ നമ്മൾ പഠിച്ചതാണ്, ഒരു ഹോസ്പിറ്റല് സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നതിന് പിന്നിൽ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഹോസ്പിറ്റലിന്റെ ബെറ്റർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് പറഞ്ഞു. അവര് നേരിട്ട് അല്ല, ഹോസ്പിറ്റലിന്റെ ബാക്ക്ഗ്രൗണ്ടില് വർക്ക് ബിഹൈൻഡ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ പുറമെ അല്ല, അവര് പുറത്തു നിന്ന് അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ്. ഒരു നല്ല ശക്തമായ ഒരു നടത്തിപ്പിന് ഹോസ്പിറ്റലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാവുന്നതൊക്കെ തന്നെയാണ്. റെസ്പോൺസിബിലിറ്റി നേരത്തെ പഠിച്ചിട്ടുള്ള പോയിന്റ്സുകളൊക്കെ കുറെ വരുന്നുണ്ട്, നമുക്കൊന്ന് നോക്കാം എന്തായാലും. ഫസ്റ്റ് നോക്കി, നോൺ ക്ലിനിക്കൽ ജോബ്സ് ആർ നെസസറി ഫോർ എ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ സെന്റർ. നോൺ ക്ലിനിക്കൽ ജോബ്സ് എന്താ? നോൺ ക്ലിനിക്കൽ ജോബ്സ് എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ അല്ലാത്തത് അല്ലെ, ചികിത്സാപരമല്ലാത്ത ജോലികള് ഏതൊക്കെ വരാം? നോൺ ക്ലിനിക്കൽ ജോബ്സ് ഏതൊക്കെ വരാം? നോൺ ക്ലിനിക്കൽ ജോബ്സിൽ ഏതൊക്കെ ഉൾപ്പെടും? ഏതൊക്കെ വരാം ഹോസ്പിറ്റലില്? എന്തെങ്കിലും ഒന്നോ രണ്ടെണ്ണോ ഒന്ന് മെസ്സേജ് ചെയ്തിട്ടേ. ചികിത്സാപരമല്ലാത്തത്, നോൺ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകള്, അതിന്റെ ജോലികള് ഏതൊക്കെ വരാം? ക്ലിനിക്കൽ അല്ലാത്തത് ഏതൊക്കെ വരാം? റിസപ്ഷൻ. ഓക്കെ, വെരി ഗുഡ്. റിസപ്ഷൻ, ഡയറ്റ്, ഹൗസ് കീപ്പിംഗ്, അക്കൗണ്ട്സ്, മെഡിക്കൽ കോഡ്, മെഡിക്കൽ റെക്കോർഡ്, സെക്യൂരിറ്റി, സ്റ്റോറുകള്, റിസപ്ഷനിസ്റ്റ്, ഹ്യൂമൻ റിസോഴ്സ്, IT, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ്, ഇങ്ങനെ പേഷ്യന്റ് അഡ്വക്കേറ്റ്, ഫാർമസിസ്റ്റ്, ദെൻ മെഡിക്കൽ സെക്രട്ടറി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഇങ്ങനെ ഒത്തിരി വരുന്നുണ്ട് അല്ലെ. ഒത്തിരി നോൺ ക്ലിനിക്കൽ ജോബ്സുകൾ വരുന്നുണ്ട് ഹോസ്പിറ്റലില്. അത് എന്താ പറഞ്ഞേക്കുന്നത്? നോൺ ക്ലിനിക്കൽ ജോബ്സ് ആർ നെസസറി ഫോർ എ മൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും മൊത്തം മൾട്ടിറ്റ്യൂഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ സെന്റർ. ഒരു ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ സെന്ററിലെ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഈ ഒരു നോൺ ക്ലിനിക്കൽ ജോബ്സ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് നെസസറി. നോൺ ക്ലിനിക്കൽ ജോബ്സും വേണം, ആ ഒരു വർക്കും കൂടി വേണം ഹോസ്പിറ്റലില്. ക്ലിനിക്കൽ ചികിത്സാപരമായിട്ടുള്ളത് മാത്രമല്ല, ഈ അഡ്മിനിസ്ട്രേറ്റീവിനകത്ത് വരുന്ന നോൺ ക്ലിനിക്കൽ ജോബ്സും വളരെയധികം അത്യാവശ്യമാണ്.
അപ്പൊ അത് നമുക്ക് ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് നമുക്ക് ആ ഒരു ജോലി ഇത് കാണാൻ പറ്റും. Non-clinical jobs are necessary for a multitude of departments in a hospital or health care. These administrative roles could you see? നമുക്ക് കാണാൻ പറ്റും. See you. നമുക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസുകൾ കാണാൻ പറ്റും. എവിടെയാ? വർക്കിംഗ് ഇൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഈ ജോലി ചെയ്യുന്നത് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ അഡ്മിനിസ്ട്രേറ്റീവ് റോളുകൾ നമുക്ക് ഹോസ്പിറ്റലിന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. These administrative role could see you. നമുക്ക് എവിടെ കാണാൻ പറ്റും ഈ അഡ്മിനിസ്ട്രേറ്റീവ് റോളുകള്? വർക്കിംഗ് ഇൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് റോളുകൾ നമുക്ക് കാണാൻ കഴിയും. ഫസ്റ്റ് തന്നേക്കുന്ന റെസ്പോൺസിബിലിറ്റി ആണ്. റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ആദ്യം തന്നെ ഓർക്കുക, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ എന്താ? ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ എല്ലാ മാനേജ്മെന്റ് പ്രവർത്തനങ്ങളും ഒക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ കീഴിൽ വരുന്നതാണ് അല്ലെ. ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാന്ന് നോക്കി ഇവിടെ ഒരു 10 എണ്ണാണ് പറഞ്ഞിരുന്നത് കേട്ടോ. 10 റെസ്പോൺസിബിലിറ്റി ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഓരോ പോയിന്റ് ആയിട്ട് തന്നെ നിങ്ങൾ നോക്കി വെക്കുക. 10 എണ്ണം ഉള്ളൂ. 11 ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ ഒരു ചെറിയ പാരഗ്രാഫ് കൊടുത്തേക്കുന്നതാണ് കേട്ടോ. 10 എണ്ണം നമുക്ക് നോക്കണം. നോക്കിയാൽ റെസ്പോൺസിബിലിറ്റി ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ആ പാരഗ്രാഫ് ഒന്നും എന്താ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. പിന്നെ അത് ഒരു ചെറിയ പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. ആ പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും റെസ്പോൺസിബിലിറ്റി തന്നിട്ട് നമുക്ക് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓരോന്ന് പറയുമ്പോ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. എന്നിട്ട് അത് ഏതെങ്കിലും ഒരു സെന്റൻസ് തന്നിട്ട് വേണമെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് വിചാരിക്കണം? ഓവറോൾ മാനേജ്മെന്റ്, ഹോസ്പിറ്റലിലെ എല്ലാ മാനേജ്മെന്റ് പ്രവർത്തനങ്ങളും ഒക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ കീഴിൽ വരുന്നതാണ്. അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ ഭരണത്തിന്റെ കീഴിൽ വരുന്നതാണ്. Okay, hospital administrator play an important role in overseeing the operations and management of a healthcare facility. കണ്ടോ, ഓവറോൾ ആണ്. ഓവറോൾ എല്ലാ കാര്യങ്ങളുടെയും മാനേജ്മെന്റ് ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ, പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇൻ ഓവർസീയിങ്, മേൽനോട്ടം വഹിക്കുന്നു. ദ ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ അതിന്റെ പ്രവർത്തനങ്ങളിലും അതിന്റെ മാനേജ്മെന്റിലും ഒക്കെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് നല്ലൊരു മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ പ്രവർത്തനങ്ങളിലും മാനേജ്മെന്റിലും മേൽനോട്ടം വഹിക്കുന്നതിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. Their responsibility typically consists of, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നോക്കി, സ്ട്രാറ്റജിക് പ്ലാനിങ്. സ്ട്രാറ്റജി എന്താ മീനിങ്? തന്ത്രപരമായിട്ടുള്ള അല്ലെ ആസൂത്രണം എന്നാണ്. തന്ത്രപരമായിട്ടുള്ള ആസൂത്രണം, സ്ട്രാറ്റജിക് പ്ലാനിങ് ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്, തന്ത്രപരമായിട്ടുള്ള ആസൂത്രണം. Hospital administrators are accountable for developing long-term strategy and goals for the hospital. ഹോസ്പിറ്റലിലെ ലോങ് ടൈം സ്ട്രാറ്റജികളും ഗോൾസ്, ലക്ഷ്യങ്ങളും ഒക്കെ വികസിപ്പിക്കുന്നതിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം ഉണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആർ അക്കൗണ്ടബിൾ ഫോർ ഡെവലപ്പിംഗ്, വികസിപ്പിക്കുന്നതിന് ലോങ് ടൈം സ്ട്രാറ്റജീസ്, ദീർഘകാല തന്ത്രങ്ങള് വികസിപ്പിക്കുന്നതിനും ലക്ഷ്യങ്ങള് ആൻഡ് ഗോൾസുകള് ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ ഒരു ഉത്തരവാദിത്വം ഉണ്ട് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക്. ദിസ് കൺസിസ്റ്റ് ഓഫ് അനലൈസിംഗ് മാർക്കറ്റ് ട്രെൻഡ്. ഏതൊക്കെ അതിനകത്ത് വരുന്നതാണ് കേട്ടോ.
this consists of ഇതിനകത്ത് വരുന്ന അനലൈസിങ് മാർക്കറ്റ് ട്രെൻഡ്, മാർക്കറ്റുകൾ വിശകലനം ചെയ്യുക, ഐഡന്റിഫൈ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള, വികസനത്തിന് വേണ്ടിയുള്ള ഏരിയകൾ ഐഡന്റിഫൈ ചെയ്യുക, മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മേഖലകൾ എന്ത് ചെയ്യുക, തിരിച്ചറിയുക, ഐഡന്റിഫൈ ചെയ്യുക, ആൻഡ് ഡിവൈസിംഗ് പ്ലാൻ ടു ഇംപ്രൂവ് ദ ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് ഓപ്പറേഷൻസ്. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളും സേവനങ്ങളും ഒക്കെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുക. ഓക്കെ, devising plan to improve the hospital services and operations. ഹോസ്പിറ്റലിന്റെ സേവനവും പ്രവർത്തനവും ഒക്കെ മെച്ചപ്പെടുത്തുന്ന പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുക എന്നിവയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നു. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അടയാളപ്പെടുത്തി വെച്ചേരെ. Hospital administrators are accountable for developing long-term strategy and goals for the hospital. ഹോസ്പിറ്റലിലെ ദീർഘകാല തന്ത്രങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ വികസിപ്പിക്കുന്നതിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, അപ്പൊ അത് ആ ഒരു സെയിം സെന്റൻസ് നമുക്ക് ചോദിക്കാം, ഇത് ആർക്കുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ആ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. സ്ട്രാറ്റജിക് പ്ലാനിങ്, തന്ത്രപരമായിട്ടുള്ള ആസൂത്രണം. ഇതൊക്കെ തന്നെ ഇതിന്റെ ഒപ്പം ഒന്ന് മനസ്സിലാക്കി പോവുക കേട്ടോ. എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഡ്യൂട്ടീസും ആണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് ഓരോന്നും മനസ്സിലാക്കുക. ഫസ്റ്റത്തെ ക്ലിയർ ആയല്ലോ. Hospital administrator are accountable for developing long-term strategy and goal for the hospital. ഹോസ്പിറ്റലിലെ ദീർഘകാല തന്ത്രങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ വികസിപ്പിക്കുന്നതിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉത്തരവാദിത്തമുണ്ട്. ക്ലിയർ ആയില്ലേ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ, സ്ട്രാറ്റജിക് പ്ലാനിങ്. രണ്ടാമത്തെ നോക്കിയേ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇനി സാമ്പത്തികപരമായിട്ടുള്ള മാനേജ്മെന്റുകള്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. Administrator supervise the hospital budget and financial operations. Administrator എന്തിന് മേൽനോട്ടം വഹിക്കുന്നു? സൂപ്പർവൈസ്, മേൽനോട്ടം വഹിക്കുന്നു. The hospital budgeting, ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റിംഗ്, ഫിനാൻഷ്യൽ പ്രവർത്തനങ്ങളെയൊക്കെ മേൽനോട്ടം വഹിക്കുന്നതിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. സൂപ്പർവൈസ് ദ ഹോസ്പിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻ. They work mainly with the ഫിനാൻസ് ടീമുമായിട്ട് അവര് സൂക്ഷ്മതയോടുകൂടി, നീലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മതയോടുകൂടി, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് തീക്ഷ്ണമായി എന്നുള്ള മീനിങ് പറയാം. തീക്ഷ്ണമായി, സൂക്ഷ്മതയോടുകൂടി വർക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ? ടു മോണിറ്റർ റവന്യൂ, വരുമാനം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. കൺട്രോൾ എക്സ്പെൻസ്, ചിലവുകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്. ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സ് ഇൻ ആൻ ഇഫക്റ്റീവ് മാനർ, ഫലപ്രദമായ രീതിയിൽ റിസോഴ്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് എൻഷുർ ദ ഫിനാൻഷ്യൽ ഫേംനെസ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന്റെ ഫേംനെസ് എന്ന് വെച്ചാൽ ദൃഢത, ഒരു സാമ്പത്തിക ദൃഢത ഉറപ്പുവരുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഫിനാൻസ് ടീമുമായിട്ട് സൂക്ഷ്മതയോടുകൂടി വർക്ക് ചെയ്യുന്നു. അതിനകത്ത് ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. ഓക്കെ, ഏതാണ്? അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസ് ദ ഹോസ്പിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ്. അപ്പൊ അതിനകത്ത് ചോദിക്കാം, ഡാഷ് ഇട്ട് തന്നെ വേണമെങ്കിൽ ചോദിക്കാം അവിടെ. ഡാഷ് സൂപ്പർവൈസ് ദ ഹോസ്പിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ്. ഹോസ്പിറ്റലിലെ ബഡ്ജറ്റിംഗ്, ഫിനാൻഷ്യൽ പ്രവർത്തനങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്റർമാര് സൂപ്പർവൈസ് ചെയ്യുന്നു, അതിന് മേൽനോട്ടം വഹിക്കുന്നു. അവര് ഫിനാൻസ് ടീമുമായിട്ട് സൂക്ഷ്മതയോടുകൂടി വർക്ക് ചെയ്യുന്നു. എന്തിനൊക്കെ വേണ്ടിയിട്ടാ? റവന്യൂ, വരുമാനം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, എക്സ്പെൻസ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, റിസോഴ്സുകൾ എഫക്റ്റീവ് ആയിട്ടുള്ള ഫലപ്രദമായ രീതിയിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു ഓർഗനൈസേഷന്റെ സാമ്പത്തിക ദൃഢത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ ആരുമായിട്ട്? ഫിനാൻസ് ടീമുമായിട്ട് തീക്ഷ്ണതയോടുകൂടി തന്നെ അവര് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നു, ഫിനാൻസ് ടീമുമായിട്ട് തീക്ഷ്ണതയോടുകൂടി വർക്ക് ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടോ, ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്.
അടുത്ത നോക്കിയ തേർഡ് വൺ, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. പോളിസി വികസിപ്പിക്കലും അതിന്റെ നടപ്പിലാക്കുക. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക. പോളിസികൾ നടപ്പിലാക്കുകയും അത് ഡെവലപ്പ് ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുക. പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. Hospital administrator set up policies and procedure to conduct the operation of the facility. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പ്രവർത്തനങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ അതിനു വേണ്ട പോളിസികളും പ്രൊസീജിയറും ഒക്കെ എന്ത് ചെയ്യുന്നു, നടപ്പിലാക്കുന്നു. Hospital administrator set up policy and procedure. എന്തിനു വേണ്ടിയിട്ടാ? ടു കണ്ടക്ട് ദ ഓപ്പറേഷൻ ഓഫ് ദ ഫെസിലിറ്റി. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങളും പ്രൊസീജിയർ നടപടികളും ഒക്കെ അവര് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് സജ്ജമാക്കുന്നു. They ensure compliance with the legal and regulatory needs. Compliance എന്ന് വെച്ചാൽ പാലിക്കുക എന്നുള്ള മീനിങ് കേട്ടോ, പാലിക്കുക. അവര് എങ്ങനെയാണ് ലീഗൽ നിയമപരമായിട്ടുള്ളതും നിയന്ത്രണപരമായിട്ടുള്ള കാര്യങ്ങള് എന്ത് ചെയ്യുന്നു, പാലിക്കുന്നതിന് ഉറപ്പ് നൽകുന്നു. They ensure ഉറപ്പുവരുത്തുന്നു. Compliance with the legal and regulatory needs. നിയമപരമായിട്ടുള്ളതും റെഗുലേറ്ററി നിയന്ത്രണപരമായിട്ടുള്ള നീഡ്സ് ആവശ്യങ്ങള് പാലിക്കുന്നതിന് അവര് ഉറപ്പ് നൽകുന്നു. എൻകറേജ് പേഷ്യന്റ് സേഫ്റ്റി. പേഷ്യന്റിന്റെ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നു. എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എൻകറേജ് പേഷ്യന്റ് സേഫ്റ്റി. പേഷ്യന്റിന്റെ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നു. ആൻഡ് മെയിൻറ്റെയിൻ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് വിത്തിൻ ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് നിലനിർത്തുന്നു. ധാർമ്മികപരമായിട്ടുള്ള ഒരു നിലവാരം ഹോസ്പിറ്റലിൽ നിലനിർത്തുന്നു. ആണ് പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഫസ്റ്റ് ലൈൻ മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സെറ്റ് അപ്പ് പോളിസി ആൻഡ് പ്രൊസീജിയർ ടു കണ്ടക്ട് ദ ഓപ്പറേഷൻ ഓഫ് ദ ഫെസിലിറ്റി. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പ്രവർത്തനങ്ങളൊക്കെ സജ്ജീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസികളും പ്രൊസീജിയറും ഒക്കെ സജ്ജമാക്കുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് പോളിസികളും പ്രൊസീജിയറും ഒക്കെ സജ്ജമാക്കുന്നു. അത് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടാം. ഇനി അടുത്ത നിങ്ങൾ പഠിച്ചതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പഠിച്ചല്ലേ ഹ്യൂമൻ റിസോഴ്സ്? Okay, for administrator supervise the requirement, hearing and training of staff members. Hospital administrator supervise ചെയ്യാന്ന് വെച്ചാൽ എന്താ? മേൽനോട്ടം വഹിക്കുക. സൂപ്പർവൈസ് ചെയ്യുന്നു. റിക്വയർമെന്റ്സ് ആവശ്യകതകള്, ഹിയറിംഗ് നിയമനം, ട്രെയിനിങ് പരിശീലനം ആർക്കടെ? ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ്. സ്റ്റാഫ് അംഗങ്ങളുടെ ആവശ്യകതകള്, അവരുടെ നിയമനം, അവർക്ക് വേണ്ട പരിശീലനം എന്നിവയൊക്കെ അതിനൊപ്പമുള്ള ഒരു ഒരു മേൽനോട്ടം ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കാണ്. They produce and maintain a positive work environment. അവരെന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് മെയിൻറ്റെയിൻ, അവര് ഉത്പാദിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം, വർക്ക് എൻവയോൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഇംപ്ലിമെന്റ് പെർഫോമൻസ് എസ്റ്റിമേഷൻ സിസ്റ്റം അത് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുന്നു. ഹാൻഡിൽ എംപ്ലോയീസ് റിലേഷൻ. എംപ്ലോയീസിന്റെ തൊഴിലാളികളോടുള്ള റിലേഷൻ ബന്ധം കൈകാര്യം ചെയ്യുന്നു. ജീവനക്കാരുടെ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ആൻഡ് അഡ്രസ് സ്റ്റാഫിംഗ് റിക്വയർമെന്റ്സ്. സ്റ്റാഫിങ്ങിന്റെ ആവശ്യകതകളൊക്കെ കൈകാര്യം ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് ടു എൻഷുർ adequate coverage and optimal staffing level. എന്താണ് സ്റ്റാഫിംഗ് ലെവൽ? ഒപ്റ്റിമൽ സ്റ്റാഫിംഗ് ലെവൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യകതകളൊക്കെ അവര് പരിപാലിക്കുന്നു. ആൻഡ് അഡ്രസ്സസ് പരിപാലിക്കുക എന്നുള്ള ഒരു മീനിങ് കേട്ടോ. പരിപാലിക്കുക. സ്റ്റാഫിംഗ് റിക്വയർമെന്റ്സ് ടു എൻഷുർ adequate coverage and optimal staffing level. adequate coverage, optimal staffing level ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സ്റ്റാഫിങ്ങിന്റെ ആവശ്യകതകളെയൊക്കെ പരിപാലിക്കുന്നു. അടുത്തൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഫസ്റ്റ് ലൈൻ അതിനൊന്ന് അണ്ടർലൈൻ ചെയ്തിടുക.
administrative hospital administrator, supervisor, requirement, hearing and training of staff members. Staff members-ന്റെ ആവശ്യകതകള്, അവരുടെ നിയമനം, അവരുടെ പരിശീലനം, ഇതിനെയൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, അടുത്തത് അഞ്ചാമത്തെ ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്. ഫെസിലിറ്റികളും എക്യുപ്മെന്റ് മാനേജ്മെന്റ്. ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്. Okay, administrators are accountable for maintaining the hospital physical infrastructure, equipment and technology. Hospital physical infrastructure, ഭൗതിക സൗകര്യങ്ങള്, ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങള്, എക്യുപ്മെന്റ്സ് ഉപകരണങ്ങള്, അവിടുത്തെ ടെക്നോളജി, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, നിലനിർത്തുന്നതിനുള്ള ഉത്തരവാദിത്വം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ, ഉത്തരവാദിത്തമുണ്ട് എന്തിനാ? ഫോർ മെയിൻറ്റെയിനിങ് ദ ഹോസ്പിറ്റൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, എക്യുപ്മെന്റ് ആൻഡ് ടെക്നോളജി. ദേ സൂപ്പർവൈസ് മെയിൻ്റനൻസ്. എന്തൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നു എന്നൊക്കെ മേൽനോട്ടം വഹിക്കുന്ന മെയിൻ്റനൻസ്, അപ്ഗ്രേഡ് ആൻഡ് റിനോവേഷൻ. റിനോവേഷൻ എന്ന് വെച്ചാൽ നവീകരണം. റിനോവേഷൻ നവീകരണം. To ensure a safe and efficient environment for patient, staff and visitors. എന്താ പറഞ്ഞേക്കുന്ന? പേഷ്യൻസിന്റെ, സ്റ്റാഫിന്റെ, വിസിറ്റേഴ്സിന്റെ ഒക്കെ സുരക്ഷയ്ക്കും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? മെയിൻ്റനൻസ്, അപ്ഗ്രേഡ് ചെയ്യുക വെച്ചാൽ അതിന്റെ നിലവാരം ഉയർത്തുക എന്നുള്ളത്, എന്നിവയ്ക്കൊക്കെ അപ്ഗ്രേഡ് ആൻഡ് റിനോവേഷൻ, അവന്റെ നവീകരണം എന്നിവയ്ക്കൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു സൂപ്പർവൈസ്, മേൽനോട്ടം വഹിക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? എൻഷുർ എ സേഫ് ആൻഡ് എഫിഷ്യന്റ് എൻവയോൺമെന്റ് ഫോർ പേഷ്യന്റ്, സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ്. ക്ലിയർ ആയോ? പേഷ്യന്റിന്റെ, സ്റ്റാഫിന്റെ, വിസിറ്റേഴ്സിന്റെ ഒക്കെ സുരക്ഷയ്ക്കും ഒരു നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കാര്യക്ഷമമായിട്ടുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെയിൻ്റനൻസ്, അതിന്റെ അപ്ഗ്രേഡ് നിലവാരം ഉയർത്തുക ആണ്, റിനോവേഷൻ നവീകരണം എന്നിവയ്ക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്നു. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഇനി ആ ഒരു പോയിന്റ് തന്നിട്ട് വേണമെങ്കിൽ ആർക്കടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആർ അക്കൗണ്ടബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദ ഹോസ്പിറ്റൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, എക്യുപ്മെന്റ് ആൻഡ് ടെക്നോളജി. ഇനി അടുത്ത ആറാമത്തെ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ക്വാളിറ്റി അഷുറൻസ്, അഷുർ ചെയ്യുക എന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക, അഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നു, പേഷ്യന്റിന്റെ സുരക്ഷ, ഇതെല്ലാം ഉറപ്പുവരുത്താണ്. അഡ്മിനിസ്ട്രേറ്റർ വർക്ക് ടു മേക്ക് എ ഷുവർ ദാറ്റ് ഹൈ ക്വാളിറ്റി ഹെൽത്ത് ഡെലിവറി ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി വിത്തിൻ ദ ഹോസ്പിറ്റൽ ഉണ്ടാവും. അപ്പൊ ഈ നല്ലൊരു ഹൈ ക്വാളിറ്റി ഹെൽത്ത് ഡെലിവറി, നല്ല ക്വാളിറ്റിയിലുള്ള സർവീസുകള്, പേഷ്യന്റിന്റെ സേഫ്റ്റി എന്നിവയൊക്കെ ഉറപ്പുവരുത്തുന്നതിനുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് ആർക്കിടെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ഇത് വരുന്നതാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഫസ്റ്റ് ലൈൻ. ഹോസ്പിറ്റലിനുള്ളില് ഉയർന്ന നിലവാരമുള്ള ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ആരോഗ്യ സംരക്ഷണവും പേഷ്യന്റിന്റെ സേഫ്റ്റിയും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങള് ചെയ്യുക എന്നുള്ളത് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. They create and implement quality improvement initiatives. They create, അവര് സൃഷ്ടിക്കുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് വെച്ചാൽ നടപ്പിലാക്കുന്നു, ഡെവലപ്പ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, വികസിപ്പിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. എന്താ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്. ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്ന, അവർ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംരംഭങ്ങള്, ഇനിഷ്യേറ്റീവ് സംരംഭങ്ങള് അവര് സൃഷ്ടിക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്നു.
മോണിറ്റർ പേഷ്യന്റ് ഔട്ട്കം, പേഷ്യന്റിന്റെ ഔട്ട്കം ഒക്കെ നിരീക്ഷിക്കുന്നു, മോണിറ്റർ ചെയ്യുന്നു. ആൻഡ് എൻകറേജ് അഡ്ഹിയറൻസ് ടു എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ആൻഡ് ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ്. എന്താണ്? തെളിവുകള് അടിസ്ഥാനമാക്കിയുള്ള, അതാണ്. ആൻഡ് എൻകറേജ് അഡ്ഹിയറൻസ് ടു, അഡ്ഹിയർ ചെയ്യുക എന്ന് വെച്ചാൽ പാലിക്കുക, പാലിക്കുക. എൻകറേജ് ചെയ്യുക എന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. ആൻഡ് എൻകറേജ് അഡ്ഹിയറൻസ് ടു എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്, തെളിവുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളും ക്ലിനിക്കൽ ഗൈഡ് ലൈൻസും പാലിക്കുന്നതിന് അവര് എന്ത് ചെയ്യുന്നു? പ്രോത്സാഹിപ്പിക്കുന്നു. എൻകറേജ് ചെയ്യുക, പാലിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. They encourage and encourage adherence, പാലിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ? എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ആൻഡ് ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ്. എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്, ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ് എന്നിവ പാലിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. Administrator work to make sure that high quality health delivery and patient safety within the hospital. ഹോസ്പിറ്റലിലെ ഉള്ളില് നല്ല പേഷ്യന്റ് സേഫ്റ്റി, സുരക്ഷ, നല്ല ഗുണനിലവാരമുള്ള ഹെൽത്ത് കെയർ ഡെലിവറി എന്നിവ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള്, അതിന് വേണ്ടിയിട്ടുള്ള സംരംഭങ്ങള് അവർ സൃഷ്ടിക്കുകയും അവര് നടപ്പിലാക്കുകയും ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് അവർ പ്രവർത്തിക്കുന്നു. ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റർമാര് പ്രവർത്തിക്കുന്നു. അങ്ങനെ പറഞ്ഞാലും ശരിയാണ് കേട്ടോ. ഹോസ്പിറ്റൽ administrator work to make sure that quality, high quality health delivery, patient safety എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അവര് പ്രവർത്തിക്കുന്നു. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യുക. പിന്നെ അടുത്താണ് കമ്മ്യൂണിറ്റി റിലേഷൻ. കമ്മ്യൂണിറ്റി റിലേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ play an important role in maintaining a positive relationship with the community. Okay, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ, ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. എന്തിനാ? ഇൻ മെയിൻറ്റെയിനിങ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുമായിട്ട്, നമ്മുടെ സമൂഹവുമായിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബന്ധം, നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് അഡ്മിനിസ്ട്രേറ്റീവ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരു നല്ലൊരു ബന്ധം നിലനിർത്തുന്നതിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. They engage in community outreach program, cooperate with the local organization and assist the hospital service to meet the healthcare requirement for the community in an effective manner. അവര് ഫസ്റ്റ് നോക്കിയേ, they engage in community outreach program. അവർ സമൂഹ സമ്പർക്ക പരിപാടികളിൽ ഏർപ്പെടുന്നു. എൻഗേജ് ചെയ്യുക, ഏർപ്പെടുക. They engage in community outreach program. സമൂഹ സമ്പർക്ക പരിപാടികളിൽ ഏർപ്പെടുന്നു. കോപ്പറേറ്റ് വിത്ത് ലോക്കൽ ഓർഗനൈസേഷൻ, ലോക്കൽ ഓർഗനൈസേഷനുമായിട്ട് സഹകരിക്കുന്നു. ആൻഡ് അസിസ്റ്റ് ദ ഹോസ്പിറ്റൽ സർവീസ് to meet the healthcare requirement of community in an effective manner. ഒരു കമ്മ്യൂണിറ്റിയുടെ ആരോഗ്യ ആവശ്യങ്ങള്, ഒരു കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സ്, ആരോഗ്യ ആവശ്യങ്ങള് പാലിക്കുന്നതിന്, ഫലപ്രദമായി നിറവേറ്റുന്നതിന് ഹോസ്പിറ്റൽ സർവീസിനെ അസിസ്റ്റ് ചെയ്യുക. ആൻഡ് അസിസ്റ്റ് ദ ഹോസ്പിറ്റൽ സർവീസ് എന്തിനു വേണ്ടിയാ? To meet the healthcare requirement of the community in an effective manner. ഒരു കമ്മ്യൂണിറ്റിയുടെ, ഒരു സമൂഹത്തിന്റെ ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സ് അത് നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫലപ്രദമായ രീതിയിൽ, എഫക്റ്റീവ് മാനർ, ഫലപ്രദമായി നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ സർവീസുകളെ അസിസ്റ്റ് ചെയ്യുക. കമ്മ്യൂണിറ്റി റിലേഷനിൽ വരുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തില്ല കേട്ടോ. Hospital administrator play an important role in maintaining a positive relationship with the community. കമ്മ്യൂണിറ്റിയുമായിട്ട് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്താണ് റിസ്ക് മാനേജ്മെന്റ്. എട്ടാമത്തെ പോയിന്റ് റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റ്. Okay,
Administrator evaluate and management risk connected with the hospital operations. ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിസ്കുകൾ അതിനെ മാനേജ് ചെയ്യുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തേ. അഡ്മിനിസ്ട്രേഷൻസ് evaluate and manage risk connected with the hospital operations. ഹോസ്പിറ്റലിലെ പ്രവർത്തനപരമായി ബന്ധമുള്ള റിസ്കുകൾ ഇവാലുവേറ്റ് ചെയ്യുക, അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. റിസ്ക് മാനേജ്മെന്റ് എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യുക, നിർവഹിക്കുക. പ്രോട്ടോകോൾ ആൻഡ് പ്രൊസീജിയർ ടു മിനിമൈസ് പൊട്ടൻഷ്യൽ റിസ്ക്. ഇങ്ങനെയുള്ള അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസികളും പ്രോട്ടോകോളുകളും ഒക്കെ നിർവഹിക്കുന്നു. നിർവഹിക്കുക. സൂപ്പർവൈസ് പേഷ്യന്റ് ആൻഡ് എംപ്ലോയി സേഫ്റ്റി മെഷേഴ്സ്. പേഷ്യന്റിന്റെയും എംപ്ലോയീസ് തൊഴിലാളികളുടെയൊക്കെ സേഫ്റ്റി മെഷേഴ്സ് സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. ഇങ്ങനെ അപകടങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള നടപടിക്രമങ്ങൾ, സേഫ്റ്റി മെഷേഴ്സുകൾ എന്ത് ചെയ്യുക, അതിനുള്ള മേൽനോട്ടം വഹിക്കുക. ആൻഡ് ഹാൻഡിൽ ലീഗൽ ആൻഡ് ഇൻഷുറൻസ് മാറ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമപരമായിട്ടുള്ള ലീഗലായിട്ടുള്ള ഇൻഷുറൻസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഓക്കെ. ആൻഡ് ഹാൻഡിൽ ചെയ്യുക ലീഗൽ ആൻഡ് ഇൻഷുറൻസ് മാറ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലുമായിട്ട് ബന്ധമുള്ള നിയമപരമായിട്ടുള്ള ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. റിസ്ക് മാനേജ്മെന്റ്, റിസ്കുകൾ, ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള റിസ്കുകൾ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിസ്കുകൾ ഇവാലുവേറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. നെക്സ്റ്റ് നോക്കിയാൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ്. Administrator supervise the implementation and maintenance of health information system and economic medical records. Economic medical records. Administrator supervise the implementation നടപ്പിലാക്കുക and maintenance electronic medical record ആണ് കേട്ടോ. Electronic. Okay. Administrator supervise the implementation and maintenance of health information system and electronic medical record. Medical recordകൾ, health information system, അതിന്റെ മെയിൻ്റനൻസ്, പരിപാലനം, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഒക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് സൂപ്പർവൈസ് ചെയ്യണം. അതായത് ഇൻഫർമേഷൻ IT മേഖലകളിൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. They guarantee the confidentiality. രഹസ്യാത്മകത. ഗ്യാരണ്ടി, ഒരു ഉറപ്പുവരുത്താണ്. ഓക്കെ. They guarantee the confidentiality, രഹസ്യാത്മകത and the security of patient information while facilitating efficient data management and reporting. ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള, ഒരു കാര്യക്ഷമമായിട്ടുള്ള ഡേറ്റ മാനേജ്മെന്റുകൾ, ഡേറ്റകൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ റിപ്പോർട്ടിങ്ങിലൂടെയൊക്കെ എന്താണ് ആ ഒരു പേഷ്യന്റിന്റെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യാത്മകത, സെക്യൂരിറ്റി, ഇതിനെയൊക്കെ ഉറപ്പുവരുത്തുന്നു. അപ്പൊ അതെന്ന് വെച്ചാൽ പേഷ്യന്റ് അതിന്റെ സീക്രട്ട് ആയിട്ടുള്ള ആ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനൊന്നും പാടില്ല. ആ രഹസ്യ സ്വഭാവം, അത് രഹസ്യാത്മകത അവര് എന്ത് ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നുണ്ട്. സുരക്ഷയും അവര് രഹസ്യാത്മകതയും അവര് ഉറപ്പുവരുത്തുന്നു. The confidentiality and the security of patient information. പേഷ്യൻസ് തരുന്ന വിവരങ്ങൾ, അതിന്റെ രഹസ്യാത്മകതയും അതിന്റെ സെക്യൂരിറ്റി, സുരക്ഷയും ഉറപ്പുവരുത്തുന്നുണ്ട്. എങ്ങനെയാ? while facilitating efficient data management and reporting. കാര്യക്ഷമമായിട്ടുള്ള ഡേറ്റ മാനേജ്മെന്റ് റിപ്പോർട്ടിങ്ങിലൂടെ
എന്ത് ചെയ്യുന്നു? പേഷ്യൻസിന്റെ കോൺഫിഡൻഷ്യാലിറ്റി, സെക്യൂരിറ്റി എന്നിവയൊക്കെ ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ. സോ administrators supervise the implementation and maintenance of health information system and electronic medical record. പരിപാലിക്കുന്നതിന് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനൊക്കെ മേൽനോട്ടം വഹിക്കുന്നു. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകൾ ഇതൊക്കെ പരിപാലിക്കുന്നതിന് നടപ്പിലാക്കുന്നതിനൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഇനി അടുത്തതാണ് 10th വൺ, കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. സഹകരണവും നേതൃത്വവും. കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് കൊളാബറേറ്റീവ്ലി വിത്ത് ഫിസിഷ്യൻ, nurse and other healthcare professional to ensure a coordinated and efficient delivery of care. Collaboration എന്ന് വെച്ചാൽ സഹകരണം, ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ നേതൃത്വം. സഹകരണവും നേതൃത്വവും. സഹകരണവും നേതൃത്വം. Okay, administrators work collaboratively with the physician, nurse, മറ്റുള്ള ഹെൽത്ത് പ്രൊഫഷണൽ എന്നിവരൊക്കെ ആയിട്ട് ഒരു സഹകരണത്തോടു കൂടി സഹകരിച്ച് അഡ്മിനിസ്ട്രേറ്റർ വർക്ക് ചെയ്യുന്നു. ടു എൻഷുർ, എന്ത് വേണ്ടിയിട്ട് ഉറപ്പുവരുത്തണം? കോർഡിനേറ്റഡ് ആൻഡ് എഫിഷ്യന്റ് ഡെലിവറി ഓഫ് കെയർ. ഒരു നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു ഡെലിവറി ഓഫ് കെയർ, നല്ലൊരു ഡെലിവറി, നല്ലൊരു പരിചരണം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നേഴ്സ്, ഫിസിഷ്യൻ, ഹെൽത്ത് പ്രൊഫഷണൽ എന്നിവരൊക്കെ ആയിട്ട് സഹകരിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ വർക്ക് ചെയ്യുക. They give leadership. എന്ത് തരുന്നു? ലീഡർഷിപ്പ്, നേതൃത്വം, സപ്പോർട്ട്, ഒരു പിന്തുണ, ഗൈഡ് ലൈൻസ് ടു സ്റ്റാഫ് മെമ്പേഴ്സ്. സ്റ്റാഫ് മെമ്പേഴ്സിന് ഒരു ഗൈഡ് ലൈൻസ്, ഒരു നേതൃത്വം, ഒരു പിന്തുണ, ഒരു ഗൈഡ് ഒക്കെ സ്റ്റാഫ് മെമ്പേഴ്സിന് കൊടുക്കുന്നു. പ്രൊമോട്ടിംഗ് എ പോസിറ്റീവ് ആൻഡ് കൊളാബറേറ്റ് വർക്ക് കൾച്ചർ. ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സഹകരണ മനോഭാവമുള്ള ഒരു കൾച്ചർ, ഒരു സംസ്കാരം ഇതൊക്കെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നേഴ്സ്, ഹെൽത്ത് പ്രൊഫഷണൽ, ഫിസിഷ്യന്മാര് എന്നിവരൊക്കെ ആയിട്ട് ഒരു സഹകരണത്തോടു കൂടി അവരുമായിട്ട് സഹകരിച്ച് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അത്രയും ആണ് അതിനകത്ത്. ആ ഒരു പോയിന്റ്സ് 10 പോയിന്റ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിനകത്ത് ആ ഫസ്റ്റ് ലൈന് ഒക്കെ ഒരു ഇമ്പോർട്ടന്റ് എന്നുള്ള ആ ഒരു സെന്റൻസ് തന്നിട്ട് വേണമെങ്കിലും ആർക്കുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിക്കാം. പിന്നെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്. അപ്പൊ ഇന്നൊരു വർക്ക് ഉണ്ട്. ഇന്ന് നിങ്ങൾ ആ നോട്ട്ബുക്ക്, ഇപ്പൊ നമ്മൾ കുറച്ച് നാളായിട്ട് നോട്ട്ബുക്കിലേക്ക് ഒന്നും അധികം നോട്ട് ചെയ്യുന്നില്ല. ആ നോട്ട്ബുക്കിൽ നിങ്ങൾ ഇതൊന്ന് എഴുതി വെക്കുക. റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ആ 10 പോയിന്റ്സ് നമ്മൾ പറഞ്ഞില്ലേ, 10 പോയിന്റ്സ് 1, 2, 3 നമ്പർ ഇട്ട് ആ ബുക്കിലേക്ക് ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. സ്ട്രാറ്റജിക് പ്ലാനിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഫെസിലിറ്റി ആൻഡ് എക്വിപ്മെന്റ് മാനേജ്മെന്റ്, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, കമ്മ്യൂണിറ്റി റിലേഷൻ, റിസ്ക് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ്, കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഇത്രയും പോയിന്റ്സ് ഒന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതി വെക്കുക കേട്ടോ. എല്ലാം റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ്, ഡ്യൂട്ടിയെ വരുന്നത്. അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 10 എണ്ണം ബൈ ഹാർട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഇതെങ്കിലും എന്തായാലും നമുക്ക് ഓരോ ചാപ്റ്റർ ബേസും 3 or 4 ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഫസ്റ്റ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞത്, അതില്ലെങ്കിൽ ആ സെന്റൻസുകൾ നമ്മൾ നോട്ട് ചെയ്തേക്കുന്ന സെന്റൻസ് ആയിട്ട് തന്നിട്ട് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ചോദിക്കാം. അല്ലെങ്കിൽ ഇതിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്നും ചോദിക്കാം. ആ 10 പോയിന്റ്സ് എഴുതി വെക്കൂലേ? 10th പോയിന്റിലാണോ അതിൽ വന്നേക്കുന്നത്? കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്നാണ് മെയിൻ ആയിട്ട് വന്നേക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റർ വർക്ക് കൊളാബറേറ്റ് വിത്ത് ഫിസിഷ്യൻ, നേഴ്സ് ആൻഡ് അതർ ഹെൽത്ത് ടു എൻഷുർ എ കോർഡിനേറ്റഡ് ആൻഡ് എഫിഷ്യന്റ് ഡെലിവറി ഓഫ് കെയർ. ആ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ, അല്ലെങ്കിൽ വേണമെങ്കിൽ ചോദിക്കാം അതിപ്പോ ആരുമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഫിസിഷ്യൻ, നേഴ്സ്, ഹെൽത്ത് കെയർ പ്രൊഫഷണലും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് നല്ല വർക്ക് ചെയ്യുന്നു എന്നുള്ളതും അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അതൊന്ന് ഫസ്റ്റ് ലൈൻ എന്തായാലും അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ 10th പോയിന്റില്. അപ്പൊ ഇതെല്ലാവരും ചെയ്യൂലേ? ഇന്ന് തന്നെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ, അല്ലെങ്കിൽ എല്ലാവരും കൂടി വരുമ്പോ കൺഫ്യൂസ്ഡ് ആവും.
അതുകൊണ്ടാണ് ഇന്നൊന്ന് നോട്ട്ബുക്ക് എടുക്കുക, റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന ഹെഡിങ് കൊടുക്കുക. ഈ 10 പോയിന്റ്സ് ഒരു പ്രാവശ്യം എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം പഠിക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത നോക്കിയേ, അതിന്റെ ഒരു ചെറിയൊരു 11ാമത്തെ പോയിന്റ് ആയിട്ടല്ല കേട്ടോ. ദീസ് റെസ്പോൺസിബിലിറ്റി മേ ബി ഡിഫറെന്റ്. എല്ലാവരും ഓക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എഴുതും മാം ആരതി. ഓക്കെ, വെരി ഗുഡ്. എന്നുവെച്ചാൽ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇനി അടുത്തത് റെസ്പോൺസിബിലിറ്റി ഓഫ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ വീണ്ടും വരുന്നുണ്ട്. കൺഫ്യൂസ്ഡ് ആവാതിരിക്കാനാണ് പഠിക്കുന്നത് ക്ലിയർ ആയിട്ട് പഠിച്ചു പോകുക കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ അധികം എടുക്കുന്നില്ല. കുറച്ചിനിപ്പോ നമുക്ക് സമയമുണ്ട്, ഈ ഒരു ചാപ്റ്ററിലെ കവർ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് വേഗം പോകേണ്ട ആവശ്യമില്ല. ഓരോന്ന് എടുക്കുന്നത് നിങ്ങൾ മാക്സിമം ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിക്കാൻ നോക്കുക കേട്ടോ. These responsibility may differ depending on the size and the type of the hospital. കണ്ടോ, ഈ റെസ്പോൺസിബിലിറ്റി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഏതാ ഹോസ്പിറ്റലിന്റെ സൈസ്, ടൈപ്പ്, ഹോസ്പിറ്റൽ ടൈപ്പ് അനുസരിച്ച് ഈ റെസ്പോൺസിബിലിറ്റീസ് വ്യത്യാസപ്പെടാം. But overall hospital administrator play a vital role in managing and enhancing the healthcare facilities, operation and service. പക്ഷേ എന്താ പറഞ്ഞേക്കുന്നേ, സൈസ്, ഹോസ്പിറ്റലിന്റെ ടൈപ്പ്, ഏത് ടൈപ്പ് ഹോസ്പിറ്റൽ ആണോ അതനുസരിച്ചൊക്കെ ഈ റെസ്പോൺസിബിലിറ്റിയിൽ ചില വ്യത്യാസങ്ങൾ വരാം. എങ്കിൽ പോലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. പ്ലേ എ വൈറ്റൽ റോൾ, പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. എന്തിനാ? മാനേജിങ് ആൻഡ് എൻഹാൻസിങ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഓപ്പറേഷൻസ് ആൻഡ് സർവീസ്. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പ്രവർത്തനങ്ങൾ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ, സർവീസുകൾ ഇതൊക്കെ മാനേജ് ചെയ്യുന്നതിനും എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ മെച്ചപ്പെടുത്തുന്നതിനെയും അതിന് മാനേജ് ചെയ്യുന്നതിനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, സൈസ് ടൈപ്പ് അനുസരിച്ച് റെസ്പോൺസിബിലിറ്റിയിൽ വ്യത്യാസപ്പെടാം. എങ്കിലും ഈ ഓവറോൾ ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രധാനപ്പെട്ട പങ്ക് എന്താ? മാനേജിങ് ആൻഡ് എൻഹാൻസിങ് ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഓപ്പറേഷൻസ് ആൻഡ് സർവീസ്. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പ്രവർത്തനങ്ങള്, സർവീസുകള് ഇതൊക്കെ മാനേജ് ചെയ്യുക, അതിനെ എൻഹാൻസ് മെച്ചപ്പെടുത്തുന്നതിനൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. രണ്ടാമത്തെയാണ് കേട്ടോ. രണ്ട് പോയിന്റ് പറയാം. 22 ആയിരിക്കും റെസ്പോൺസിബിലിറ്റി. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാന്ന് നോക്കാം. ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഇൻ എ ഹോസ്പിറ്റൽ നോർമലി കംപ്രസ് a variety of administrative and clerical duties related to the operation of outpatient department. ഓക്കെ, സാധാരണയായിട്ട് ഈ ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ക്ലറിക്കൽ ഡ്യൂട്ടീസ്, ക്ലറിക്കൽ പരമായിട്ടുള്ള ചുമതലകൾ ഇതിനകത്ത് ഈ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്, ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നതാണ്. The job description of an outpatient secretary in a hospital. ഒരു ഹോസ്പിറ്റലിലെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ജോബ് ഡിസ്ക്രിപ്ഷനാണ് പറയുന്നത്. അതിൽ വരുന്നത് നോർമലി കംപ്രസസ് എ വെറൈറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലറിക്കൽ ഡ്യൂട്ടി. പലതരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ്, ക്ലറിക്കൽ ഡ്യൂട്ടീസ് ഇതിനകത്ത് ഉൾപ്പെടുന്നു. Related to the operation of the outpatient department. ഏതുമായിട്ട് ബന്ധപ്പെട്ട? Related to the operation of the outpatient department. Outpatient departmentന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ്, ക്ലറിക്കൽ ഡ്യൂട്ടീസ് ഒക്കെ ഈ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നതാണ്. Some of the key responsibilities an outpatient secretary in a hospital may come from. ചില പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി പറയുന്നത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഇൻ എ ഹോസ്പിറ്റലിന്റെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ചില കീ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നോക്കാം, ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്. അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുക, ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്. ആൻഡ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറീസ് അക്കൗണ്ടബിൾ. അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം ഉണ്ട്. ഇപ്പൊ ഈ വേർഡ്സിന്റെ മീനിങ് ഒക്കെ നിങ്ങൾ ഓൾറെഡി പറയുമ്പോഴത്തേക്ക് പഠിച്ചില്ലേ അല്ലെ? മിക്ക ഇതിനകത്ത് അക്കൗണ്ടബിൾ എന്നുള്ള വേർഡ് നമ്മൾ പഠിച്ചു. എന്താ? ഉത്തരവാദിത്വം ഉണ്ട്. ഫോർ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ് ഫോർ പേഷ്യൻസ് ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് അപ്പോയിന്റ്മെന്റ്സ് ആർ ആക്ച്വലി
prioritized based on the priority ക്ക് അനുസരിച്ച് അതാണ് prioritized based on the patient medical requirements. അപ്പൊ ഈ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് ഏത് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുക. നമ്മൾ പേഷ്യന്റിനെ ഡോക്ടറിനെ ഒക്കെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് ഇല്ലേ, അത് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളത്. An outpatient secretary is accountable for scheduling appointment for patient in the appointment schedule and making sure that appointments എന്ത് ചെയ്യുക, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുക. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, അതിന് നമ്മുടെ മെഡിക്കൽ റിക്വയർമെന്റ്സ് അനുസരിച്ച് അതിന്റെ അപ്പോയിന്റ്മെന്റ്സിന് ഉചിതമായിട്ടുള്ള മുൻഗണന നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഓക്കെ, എന്താണ് പറഞ്ഞേക്കുന്നത്, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുക. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, നമ്മൾ മുൻഗണന നൽകുക. അപ്രോപ്രിയേറ്റ് ആക്ച്വലി പ്രയോറിറ്റൈസ്ഡ് എന്ന് വെച്ചാൽ എന്താ അനുയോജ്യമായിട്ടുള്ള ആ മുൻഗണന അനുസരിച്ച് മെഡിക്കൽ റിക്വയർമെന്റ് അനുസരിച്ചാട്ടോ അവരുടെ മെഡിക്കൽ ആവശ്യകതകൾ. ഒത്തിരി സീരിയസ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്യുക, അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കണം അല്ലെ, അവർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്താ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം. മെഡിക്കൽ റിക്വയർമെന്റ്സ് അടിസ്ഥാനമാക്കി അപ്പോയിന്റ്മെന്റിന് ഉചിതമായിട്ടുള്ള പ്രയോറിറ്റി നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, അപ്പൊ അതിനൊരു ഫസ്റ്റ് ലൈൻ ഒരു ലൈനേ ഉള്ളൂ, എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഫസ്റ്റ് കിട്ടിയില്ലേ, ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി കിട്ടിയില്ലേ, ഇതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോവുക കേട്ടോ. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്. പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ, ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റി ആണ്. ഫസ്റ്റ് ലൈൻ ഇത്രയൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഈസ് അക്കൗണ്ടബിൾ ഫോർ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ പേഷ്യൻസ്. ഓക്കെ, അത്രയൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ പേഷ്യൻസ്. രണ്ടാമത്തെ നോക്കിയേ, കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയർ കോർഡിനേറ്റ് ചെയ്യുക. Coordinating patient care. The outpatient secretary work mainly with the other hospital staff to coordinate patient care, which includes arranging for diagnostic test and procedure, getting medical record, and ensuring that patient receive appropriate follow-up care. So, okay, the outpatient secretary work mainly തീക്ഷ്ണമായിട്ട് with the other hospital staff. അപ്പൊ മറ്റുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുമായിട്ട് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി തീക്ഷ്ണമായിട്ട് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അതാണ് കോർഡിനേറ്റ് എന്ന് പറയാം. പേഷ്യന്റ് കെയർ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് മറ്റുള്ള സ്റ്റാഫുമായിട്ട്, ഹോസ്പിറ്റൽ സ്റ്റാഫുമായിട്ട് എന്ത് ചെയ്യുക, തീക്ഷ്ണമായിട്ട് അതായത് സഹകരിച്ച് വർക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, ടു കോർഡിനേറ്റ് പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയർ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. വിച്ച് ഇൻക്ലൂഡ്, അതിൽ ഉൾപ്പെടുന്നത് ഏതാ, അറേഞ്ചിങ് ഫോർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ. രോഗനിർണയ ടെസ്റ്റുകൾക്കും പ്രൊസീജിയറിനുമുള്ള അറേഞ്ച്മെന്റ്സുകൾ. ഗെറ്റിംഗ് മെഡിക്കൽ റെക്കോർഡ്, മെഡിക്കൽ റെക്കോർഡുകൾ നേടുന്നതിന്. And ensuring that patient receive appropriate follow-up care. ഉറപ്പുവരുത്തുക പേഷ്യന്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അതിന്റെ പിന്തുടർന്ന ഫോളോ-അപ്പ് കെയർ അവര് സ്വീകരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെയുള്ള ആ പേഷ്യന്റ് കെയറിനെ കോർഡിനേറ്റ് ചെയ്യുക, രോഗി പരിചരണം കോർഡിനേറ്റ് ഏകോപിപ്പിക്കുക എന്നുള്ളത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ദ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി വർക്ക് മെയിൻലി വിത്ത് ദ അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് ടു കോർഡിനേറ്റ് പേഷ്യന്റ് കെയർ. ഓക്കെ, ആ ലൈൻ അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. രോഗി പരിചരണ ഇത് ഏതൊക്കെയാണ്, അതിനകത്ത് പേഷ്യന്റ് കെയർ കോർഡിനേറ്റ് പേഷ്യന്റ് കെയറിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. Arranging for diagnostic test and procedure, getting medical records നേടുന്നതിന്, ensuring patient receive appropriate follow-up care. അവര് അനുയോജ്യമായിട്ടുള്ള follow-up കെയറുകൾ റിസീവ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവരുമായിട്ടൊക്കെ എന്ത് ചെയ്യുക, പേഷ്യന്റ് കെയർ കോർഡിനേറ്റ് ചെയ്യുക. ഇനി ഒരെണ്ണം കൂടി പറയാം, മൂന്നാമത്തെ ആൻസറിങ് ഫോൺ കോൾസ്. അതറിയാലോ,
ഫോൺ കോളുകൾ ആൻസർ ചെയ്യുക എന്നുള്ളത്. The outpatient secretary is accountable for answering phone call and directing patients to concerned department or staff members. The outpatient secretary എന്തിനുള്ള ഉത്തരവാദിത്തമുണ്ട്? Accountable for answering phone calls. ഫോൺ കോളുകൾക്കുള്ള മറുപടി പറയുന്നത്, ആൻസർ ചെയ്യുന്നത്. And directing patient to the concerned department or staff members. പേഷ്യൻസിനെ അതിന്റെ ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ സ്റ്റാഫ് മെമ്പേഴ്സിന്റെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതിന് ഉള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. കണ്ടോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തില്ല കേട്ടോ. The outpatient secretary is accountable for answering phone calls and directing patient to the concerned department or staff members. പേഷ്യൻസിനെ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്താ പേഷ്യന്റിനെ ഡയറക്റ്റ് ചെയ്യുക. ഈ സ്റ്റാഫ് മെമ്പേഴ്സിന്റെ അടുത്തായിട്ടാണെങ്കിലും ഒക്കെ വരുന്നതിനൊക്കെ എന്ത് ചെയ്യുക? അവർക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളത്. 3 പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ഏതൊക്കെയാ? ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്, കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ, ആൻസറിംഗ് ഫോൺ കോൾസ്. ക്ലിയർ അല്ലേ? 3 പോയിന്റ്സ് പഠിച്ചില്ലേ? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി: അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുക, പേഷ്യന്റ് രോഗി പരിചരണം ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക, ഫോൺ കോളുകൾക്ക് ആൻസർ ചെയ്യുക, ആൻസറിംഗ് ഫോൺ കോൾസ്. ക്ലിയർ ആയല്ലോ 3 പോയിന്റ്സ്? ഓക്കെ. അപ്പൊ ഇന്ന് എന്താണ് ഞാൻ പറഞ്ഞത്? ഇന്നൊരു വർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി 10 എണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നോട്ട്ബുക്കിലേക്ക് ഹെഡിങ് കൊടുക്കുക, 10 പോയിന്റ്സ് ഒന്ന് എഴുതി വെക്കുക. ക്ലിയർ അല്ലേ? പാരഗ്രാഫ് ഫുൾ ഒന്നും എഴുതണ്ട, പോയിന്റ് മാത്രം ഒന്ന് എഴുതി വെച്ചേക്കാം. ഓക്കെ. ബാക്കി നമുക്ക് നാളെ ഉണ്ടല്ലോ, നാളെ എടുക്കാം. ഓക്കെ, താങ്ക് യു.